അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? ഈ സാധുവിന്റെ പശുവിന്റെ കാര്യം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങിയ സാധുവിന്റെ പശു ചത്തുവല്ലേ? ഞാൻ സാധുവല്ല സാർ, കൃഷ്ണൻകുട്ടി. ഇവൻ ആര് പോലും ഇല്ലാത്തൊരു പാവമാണ് സാർ. സ്വന്തമായിട്ടൊരു കിടപ്പാടം പോലും ഇല്ല. ആകെയുള്ള സമ്പാദ്യം ആ ചത്തുപോയ പശുവായിരുന്നു. പശുവും ചത്ത്, പാലിലെ പുളിയും പോയി. ഇനിയും ആ ലോൺ അടക്കണോ സാർ? താൻ പാപ്പരാണോ? അല്ല സാർ, നല്ല നായരാ. അല്ല, പാപ്പർ എന്ന് പറഞ്ഞൊരു ജാതിയല്ല, ഒരു വർഗമാണ്. സ്വന്തമായിട്ടൊരു പൈസയുടെ സ്ഥലമോ സ്വത്തോ ഇല്ലാത്തവരെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് പാപ്പർ. തെണ്ടി. അല്ല, ഞങ്ങളൊക്കെ അങ്ങനെയുള്ളവരെ തെണ്ടിന്നാ വിളിക്കാറ്. അല്ലേലും നിങ്ങളെ അങ്ങനെയും വിളിക്കാം. എന്താ പാപ്പരായാൽ ലോൺ അടക്കണ്ടല്ലേ സാർ? പാപ്പരായിരിക്കണം. താൻ പാപ്പരാണെന്ന് പറഞ്ഞ് ഞാൻ ലോൺ എഴുതി തള്ളിക്കളഞ്ഞാൽ പിന്നെ തനിക്ക് സ്വത്തുണ്ടെന്ന് അറിഞ്ഞാൽ എന്റെ പണി തെറിക്കും. സത്യമായിട്ട് ഞാൻ പാപ്പരാണ് സാർ. പശു ചത്ത നിലയ്ക്ക് സാറ് വിചാരിച്ചാൽ ഇവനെ പാപ്പരാക്കാം, ഇല്ലോ സാർ? ഞാൻ ഈ നാട്ടിൽ പലരെയും പാപ്പരാക്കിയിട്ടുണ്ട്. ചിക്കൻ ഉണ്ടോ ഒന്ന് പാഴ്സലാക്കാൻ? അതിനെന്താ സാർ, ഇങ്ങനെ ഞാൻ പാപ്പരായത് തന്നെ. താൻ വല്ലതും പറഞ്ഞോ? ഏയ്, സാറിന്റെ പേനാത്തുമ്പിലാണ് എന്റെ ജീവിതം എന്ന് പറയായിരുന്നു. താൻ പേടിക്കണ്ടോ, നാളെ തന്നെ ഞാൻ പാപ്പരാക്കിയിരിക്കും. എന്താ പോരെ? മതി, അത് മതി. അയ്യോ, നല്ല ലക്ഷണമൊത്ത പശുവാ. ഇതിനെ കൊടുക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ കൃഷ്ണൻകുട്ടി നിർബന്ധിച്ചപ്പോ അങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ. ഞങ്ങള് 3 പെങ്ങന്മാർക്കും കൂടി ഒരേ ഒരു ആങ്ങളയല്ലേ ഉള്ളൂ. അവന്റെ ഓരോ ആഗ്രഹത്തിന് ഞങ്ങൾ തടസ്സം നിൽക്കത്തില്ല. അത് പണ്ട് മുതലേ അങ്ങനെ. നമസ്കാരം സാർ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഏതാടോ ഈ പശു? ഇത് വേറെ പശു, മറ്റേത് ചത്ത പശു, ഇത് ചാകാത്ത പശു. എങ്ങനെ? ചത്തത് സിന്ധി, ഇത് മേഴ്സി. അതിന്റെ നെറ്റിക്ക് ഒരു പുള്ളി ഉണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ സാറെന്ന് പറഞ്ഞത്? നെറ്റിക്ക് പുള്ളിയുള്ളത് ഭാഗ്യമാണെന്ന്. സത്യം പറഞ്ഞ അതൊരു ഭാഗ്യം തന്നെയായിരുന്നു സാർ. അത് പോയതോടെ എന്റെ എല്ലാ ഭാഗ്യവും പോയി. ആരുടെ നെറ്റിക്കലത്തെ പുള്ളി? തന്റെ പുള്ളിയും ഭാഗ്യം ഞാൻ മാറ്റും. പശു ചത്തു, സ്വന്തമായിട്ട് ഭൂമിയില്ല സ്വത്തില്ല എന്നൊക്കെ പറഞ്ഞ് പാപ്പരാക്കിയിട്ട് അയാള് വന്നിപ്പോ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ ജോലി പോയനെ. തനിക്കറിയോ? ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല സാർ. പശു ചത്തെന്ന് പറഞ്ഞതും സ്വന്തമായിട്ട് ഭൂമിയില്ലെന്ന് പറഞ്ഞതും എല്ലാം സത്യമാണ് സാർ. ഇവർക്കാർക്കും ആ സത്യം അറിയില്ല. ഈ കാണുന്ന വീടും പറമ്പും എല്ലാം എന്റെ പെങ്ങന്മാരുടെ പേരിലുള്ളതാണ് സാർ. നിന്നോട് ഇത് ആരാ പറഞ്ഞത്? എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. വീടും പറമ്പും പെങ്ങന്മാർക്ക് കൊടുത്തിട്ട് നീ അങ്ങ് സന്യസിക്കാൻ പോവാ. നിന്റെ അച്ഛൻ മരിക്കാൻ നേരത്തെ എന്നോട് പറഞ്ഞത് ഈ വീടും പറമ്പും നിനക്കുള്ളതാന്നാ. അത് കഴിഞ്ഞ അച്ഛൻ എന്നോട് പറഞ്ഞതോ? അച്ഛന്റെ വാക്ക് തെറ്റിക്കാൻ എന്നെ കിട്ടൂല. അല്ലമ്മേ, അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മരിച്ചവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അത് പാപമാ. ഒന്നും മിണ്ടായിരിക്കടാ. അതെ, നിങ്ങൾ ഈ പൈസ വാങ്ങിച്ചിട്ട് എന്താന്ന് വെച്ചാ ചെയ്. എനിക്ക് ഈ പശുവിനെയും കൊണ്ട് പള്ളുരുത്തി വരെ പോകാനുള്ളതാ. അത് പിന്നെ ചേട്ടന്റെ പശുവിന്റെ പൈസ എനിക്കെന്തിനാ അല്ലേ? ഇയാളാരാ? ഒരു വഴിപോക്കൻ. താനാരാ? ഞാൻ ദാമോദരൻ നായര്. എന്തിനു വന്നു? ആരുടെ പശുവായത്? ഞാൻ ഈ ഫൽഗുണന്റെ അയൽക്കാരനാ. അവന്റെ അളിയന്റെ പശുവിനെ വിൽക്കാൻ പോണു. വാങ്ങുന്നെങ്കിൽ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നതാ. അത് ശരി. ആ പണം കഥാ. എന്നിട്ട് ഈ പശുവിനെ താൻ കൊണ്ടുപോയിക്കോ. പിന്നെ ഇത് ഇയാളുടെ പശുവല്ല, 320 നമ്പർ കോപ്പറേറ്റീവ് സൊസൈറ്റി വക പശുവാ. മതി മതി, ഇനി കരഞ്ഞോണ്ട് നിന്നാലേ വീട്ടുകാരറിഞ്ഞ് പോക്ക് നടക്കത്തില്ല. സതി എവിടെ ആയാലും കത്ത് എഴുതണം കേട്ടോ. ആ, ബസ് വരുന്നുണ്ടല്ലോ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഭാഗ്യമുള്ള ഇനി നമ്മൾ എന്നാണോ ആവോ എന്തോന്നു ഈ ഒളിച്ചോടുന്നതേ. വണ്ടി വരാറായി. ഏത് വണ്ടി? ഏത് വണ്ടിയാണെന്ന് അറിഞ്ഞാലേ താൻ തലവെക്കത്തുള്ളോ? 8:30 മദ്രാസ് മെയിലുണ്ട്. സാധാരണ രാത്രി വണ്ടി മിസ്സാകുന്നവരൊക്കെ ഈ വണ്ടിക്കാ തലവെക്കുന്നത്.
തമാശയാണല്ലേ? എന്താ മോളെ? അല്ല, ഞാൻ പറയായിരുന്നു തല വെക്കണമെങ്കിൽ ഇനി വൈകണ്ട, മദ്രാസ് മയിൽ ഇപ്പൊ തന്നെ ഉണ്ടെന്ന്. തല വെച്ചതല്ല, പൈസ എടുക്കുമായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. അല്ല, ഇയാള് പോയില്ലേ? ആഹാ, അപ്പൊ സ്ഥിരം കുറ്റിയടിക്കാനുള്ള പരിപാടിയാണല്ലേ? ഞാനിവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് കരുതുക. ആ, നിങ്ങൾ എനിക്കൊരു പണി വാങ്ങിച്ചു തരണം. ഇവിടെ ഉള്ളവർക്ക് തന്നെ പണിയില്ലാതിരിക്കുക. ഉണ്ട്, ഒരു പണിയുണ്ട്. ഒരു പണിയില്ലായിരിക്കുന്ന പോലീസുകാർക്ക് പണി ഉണ്ടാക്കലാണ് ഞങ്ങളുടെ പണി. അതിന് വേണേ കുടിക്കും. അത് വേണ്ട. അതിനും പറ്റുന്നില്ലെങ്കിൽ സ്ഥലം കാലിയാക്കണോ? തനിക്ക് ജോലി വാങ്ങി തന്നിട്ട് ഞങ്ങൾക്ക് എന്താട്ടോ നേട്ടം? ആ, നേട്ടമുണ്ട്, നേട്ടമുണ്ടാക്കാം. എങ്ങനെ? എന്റെ ജീവിതം ഒരു ഞാനിന്മേൽ കടന്നാടുകയാണ്. എപ്പ വേണമെങ്കിലും അടിമാലിന്ന് അവരെത്തും. അവർക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, എന്റെ ഒരു ഒപ്പ്. ഒപ്പോ? അതെ, സിഗ്നേച്ചർ. അവർ തരുന്ന മുദ്രപത്രത്തിൽ ഞാനൊരു ഒപ്പിട്ട് കൊടുത്താൽ എല്ലാം കഴിഞ്ഞു. സമ്പന്നതയുടെ നടുവിലാ ഞാൻ ജനിച്ചത്. അച്ഛനും അമ്മയും കാഠ്മണ്ഡുവിൽ. 3 തലമുറ അനുഭവിച്ചാലും തീരാത്ത സ്വത്ത്. അല്ലലും അറുതിയും അറിയാണ്ട് ഞാൻ വളർന്നു. പക്ഷേ വിധിയാണ്. വിധിയല്ല. എന്റെ അമ്മാവൻ എം എൻ നമ്പ്യാർ ഭയങ്കരൻ. ഒരു കാർ ആക്സിഡന്റിൽ എന്റെ അച്ഛനും അമ്മയും മരിച്ചു. പിന്നെ കോടികളുടെ സ്വത്തെല്ലാം എന്റെ പേരിൽ. വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് അതൊരു ആക്സിഡന്റ് അല്ലായിരുന്നു. എം എൻ നമ്പ്യാർ അമ്മാവൻ കരുതിക്കൂട്ടി ചെയ്ത ഒരു കൊലപാതകമായിരുന്നു. എ ബ്രൂട്ടൽ മർഡർ. പിന്നെ എം എൻ നമ്പ്യാർ അമ്മാവന്റെ ലക്ഷ്യം എന്നെയായി. എപ്പ വേണമെങ്കിലും എന്റെ ജീവൻ അപകടത്തിലാകുമെന്നറിഞ്ഞപ്പോൾ ഞാൻ നാടുവിട്ടു. അപ്പൊ തന്റെ സ്വത്തോ? അതിപ്പോ അമ്മാവന്റെ കസ്റ്റഡിയിലാണ്. ഞാൻ നിയമയുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. 6 മാസത്തിനുള്ളിൽ വിധിയുണ്ടാവും. അതുവരെ എവിടെയെങ്കിലും ഒളിച്ചുപോയി താമസിച്ചോളാൻ വക്കീൽ തന്നെയാണ് ഉപദേശിച്ചത്. വെറും 6 മാസം കഴിഞ്ഞാൽ കേസിന്റെ വിധിയുണ്ടാവും. സ്വത്ത് എനിക്ക് കിട്ടും. ഞാൻ കോടീശ്വരനാകും. ഞാനല്ല, നമ്മൾ കോടീശ്വരന്മാരാകും. നമ്മളെല്ലാം അടിമാലിയിൽ പോയി അടിച്ചു പൊളിക്കും. അതുവരെ എം എൻ നമ്പ്യാർ അമ്മാവനിൽ നിന്നും എന്നെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? 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 അയ്യോ, ഞങ്ങൾക്ക് കഴിയും. എം എൻ നമ്പ്യാരല്ല, അവന്റെ അമ്മ നമ്പ്യാര് വന്നാലും ഞങ്ങളുടെ അണ്ണന്റെ ദേഹത്ത് ഒരു തരി മണ്ണിടം ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവനെ കഴിയാൻ വെട്ടും. ഞാൻ വെട്ടും, ഞങ്ങൾ വെട്ടും. ആ റാണി, നിങ്ങളുടെ വിരുന്നുകാരൻ പോയടി. പാവം, അയാളുടെ കഥ കേട്ട കരഞ്ഞു പോകും. എം എൻ നമ്പ്യാരെന്ന് പറഞ്ഞ അയാളുടെ ഒരു അമ്മാവൻ അയാളെ കൊല്ലാൻ നടക്കാത്രേ. കാശിന് വേണ്ടി ഓരോ മനുഷ്യര് കാണിക്കുന്ന കാര്യങ്ങള്. ഓ പാവം. ശരിയാ, കൃഷ്ണൻകുട്ടി പാവം തന്നെ. സതിക്ക് എങ്ങനെ അറിയാം അയാളുടെ പേര്? പേര് മേൽവിലാസം എല്ലാം അറിയാം. എന്റെ നാട്ടുകാരനാ കൃഷ്ണൻകുട്ടി. ഒരുമിച്ച് പഠിച്ചും കളിച്ചും വളർന്നവരാ. ഏയ് പാളത്തിൽ തല വെച്ചാളെ, നിങ്ങൾ അന്വേഷിച്ച് കുറച്ച് ആൾക്കാർ വീട്ടിൽ വന്നിരിക്കുന്നു. ബോംബും തോക്കും ഉണ്ട് അവരുടെ കയ്യില്. അയ്യോ, എന്തിന്? ആരാ അവര്? എന്താ നിങ്ങളുടെ അമ്മാവന്റെ പേര്? എം ആർ രാധ. എം എൻ നമ്പ്യാർ. എം എൻ നമ്പ്യാർ. ആ, നിങ്ങളെ കൊല്ലാൻ നിങ്ങളുടെ എം എൻ നമ്പ്യാർ അമ്മാവൻ പറഞ്ഞു വിട്ടാണെന്നാ പറഞ്ഞ. എന്നിട്ട് കോടികളുടെ സ്വത്ത് സ്വന്തമാക്കാൻ